ഇപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കൊക്കെ വരുന്നത്? എന്ന് പറഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എക്കണോമിക് കാറ്റഗറി ആണോ ചോദിക്കുന്നത്? അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ പഠിക്കുന്നവരാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണോ? അത് അതായത് ഈ 12 വയസ്സ് 11 വയസ്സൊക്കെ ഉള്ള ആളുകൾ മുഴുവൻ എപ്പോഴും ഒബ്വിയസ്ലി ദേ ആർ സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ പ്രൊഫഷണൽ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. കുറച്ച് പ്രായമായവർ, അവർ മെഡിക്കൽ കോളേജ് പഠിക്കുന്നവരായിരിക്കും, എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ലോ സ്കൂളുകളിൽ പഠിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്. പിന്നെ ഒരു ഗ്രൂപ്പ് ഈ ഇയർലി ഫേസ് ഓഫ് ദെയർ കരിയർ ജോലി ചെയ്യാൻ തുടങ്ങിയ ആളുകൾ, വളരെ യങ്ങായിട്ടുള്ള ഡോക്ടേഴ്സ്, വളരെ യങ്ങായിട്ടുള്ള വക്കീലന്മാർ, ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽപ്പെട്ടവർ. അതുപോലെ എൻ്റർപ്രണേഴ്സ്, ഭയങ്കര ഐ ടിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഐ ടി ബിസിനസ് നടത്തുന്നവർ, ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ നടത്തുന്നവർ ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല. പണ്ട് കഞ്ചാവ് അടിക്കുന്നവരെന്ന് വെച്ചാൽ നാട്ടിലെ ഏറ്റവും എന്താ പറയുക, എക്കണോമിക്കലി സോഷ്യലി അതുപോലെ എഡ്യൂക്കേഷനിലും എല്ലാം ഏറ്റവും താഴെയുള്ള ആളുകളായിരുന്നു ഈ കഞ്ചാവ് അടിച്ചത്. ഇപ്പം അങ്ങനെയല്ല, സമൂഹത്തിലെ എല്ലാ പ്രൊഫൈലിൽ നിന്നും അത് വളരെ സാധാരണക്കാരായിട്ടുള്ളവരുണ്ട്, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളവരുണ്ട്. എല്ലാവരും ഈക്വലി ഇതിനകത്ത് റിലീജിയസ് സെക്ടറിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ആരും ഇതിനകത്ത് ഇമ്മ്യൂണാണ് എന്ന് വിചാരിക്കുക. ആരും പ്രതിരോധശേഷിയുള്ളവരല്ല. എല്ലാവരും. അത് പണ്ട് പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും മാത്രം ഏരിയയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ധാരാളം പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഇന്ന കാറ്റഗറിയിൽപ്പെട്ടവർ മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുവാണെങ്കിൽ സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 10ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഒരുത്തന്നെ പോക്കറ്റ് ചുമ്മാ കഴിയിട്ടപ്പം ഒരു അബ്നോർമൽ ബിഹേവിയറൊക്കെ ആയിട്ട് വന്നു. പോക്കറ്റിൽ കഴിയിട്ടപ്പം പേരൻസിനൊന്നും കിട്ടില്ല, എനിക്ക് കഞ്ചാവ് കിട്ടി, കുഞ്ഞൊരു പൊതി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിങ്ങനെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ മുതൽ അങ്ങ് ആ ഒരു ഡിഗ്രി PG പഠിക്കുന്ന കുട്ടികൾ വരെ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന സ്റ്റുഡൻസാണ്. രണ്ടാമത്തെ കാറ്റഗറി യങ് പ്രൊഫഷണൽസാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുമ്പം ഈ എൻ്റർപ്രണേഴ്സൊക്കെ വരാറുണ്ട്. പിന്നെ ഫിലിം ഫീൽഡിൽ നിന്നും ഒക്കെ ഉള്ള ആളുകൾ ധാരാളം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഏരിയയിലും ഇതുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇല്ലെന്നൊന്നും പറയുന്നില്ല. സെമിനാരി സ്റ്റുഡൻസിനെ വരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആരും ഇതിൽ നിന്ന് ഇമ്മ്യൂൺ അല്ല എന്ന് നമ്മൾ ഓർക്കണം.